നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയായ കൊഡാക് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് നൽകുന്ന കൊഡാക് സുരക്ഷാ സ്കോളർഷിപ്പ് സ്കീം 2024-25. ഈ അക്കാഡമിക് ഇയറിലേക്കുള്ള സ്കോളർഷിപ്പ് ഫോം ഇപ്പോൾ ലൈവാണ്. ഇതിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 23 ജാനുവരി 2025 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സ്കോളർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്, ഇത് ആർക്കൊക്കെയാണ് ഈ ബെനിഫിറ്റ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന്റെ മെയിൻ അട്രാക്ഷൻ തന്നെ 1 lakh rupees വരെ നിങ്ങൾക്ക് സെലക്റ്റഡ് ആണെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ്. ഈ 1 lakh rupees നിങ്ങളുടെ ട്യൂഷൻ ഫീ കൂടാതെ മറ്റ് ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, ട്രാവലിംഗ് എക്സ്പെൻസസ്, നിങ്ങളുടെ ബുക്സ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസസ്, അതുകൂടാതെ നിങ്ങളുടെ ഡിസേബിലിറ്റി ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെലവാകുന്ന എമൗണ്ടും ഈ 1 lakh rupees കവർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു പാൻ ഇന്ത്യ സ്കോളർഷിപ്പ് ആണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയുമുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾ 12th ശേഷം നിങ്ങൾ ഒരു ഗ്രാജുവേഷന് ചേർന്നൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അത് ജനറൽ ഗ്രാജുവേഷൻ ആകാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രാജുവേഷൻ ആവാം. ഇതിൽ ഏത് ഗ്രാജുവേഷൻ വേണമെങ്കിലും ആവാം. നിങ്ങൾ ഇതിൽ ചേർന്നിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ നേടിയിട്ടുണ്ടാവണം. അതുകൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 3,20,000 rupees കൂടാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ buddyforstudy.com എന്ന സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് വേണം. അത് നിങ്ങളുടെ ആധാർ കാർഡ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പീറ്റന്റ് ഗവൺമെന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി പ്രൂഫ് ആവാം. അതുപോലെ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. ഇതുകൂടാതെ ആപ്ലിക്കൻസിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം. ഇതോടൊപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 3,20,000 rupees കൂടാൻ പാടില്ല എന്ന്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഈ സ്കോളർഷിപ്പിന് ഓർഫൻസിനും സിംഗിൾ പാരന്റിന്റെ ചിൽഡ്രനും പ്രയോറിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടിയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ടിങ് ഒരു അഫിഡവിറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിൽ ഓർഫൻ ആണെങ്കിൽ നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സിംഗിൾ പാരന്റിന്റെ ചൈൽഡ് ആണെങ്കിൽ അതിനുള്ളൊരു അഫിഡവിറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി വേണ്ടത് ഈ കറണ്ട് അക്കാഡമിക് ഇയറിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന്റെ പ്രൂഫാണ് വേണ്ടത്. അത് നിങ്ങളുടെ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ ഫീ അടച്ച റെസിപ്റ്റ് ആവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആവാം. പിന്നെ വേണ്ടത് നിങ്ങളുടെ ക്ലാസ് 10th-ന്റെയും 12th-ന്റെയും മാർക്ക് ഷീറ്റ് ആണ്. ഇതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട വേറൊരു ഡോക്യുമെന്റ് ഫീ റെസിപ്റ്റ്, അതല്ലെങ്കിൽ ഫീ സ്ട്രക്ചർ. ഇത്രയൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 23 ജാനുവരി 2025 ആണ്. അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച മാർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് വരുന്നതായിരിക്കും. ആനുവലി ആയിരിക്കും ഇതവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ഒരിക്കൽ ലഭിച്ച ത്രൂ ഔട്ട് ദ കോഴ്സ് പീരീഡ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അങ്ങനെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നും അതുകൂടാതെ നിങ്ങൾ അടുത്ത ഇയറിലേക്ക് പ്രൊമോട്ടഡ് ആയെന്ന് കാണിക്കുന്നതിന് ഒരു പ്രൂഫ് വേണം. പിന്നെ വേണ്ടത് നിങ്ങളവിടെ ഫീ അടച്ചു എന്നുള്ളതിന് കാണിക്കുന്ന ഒരു പ്രൂഫാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ അറ്റ്ലീസ്റ്റ് 55% മാർക്കെങ്കിലും വാങ്ങി ജയിച്ചിട്ടുണ്ടാവണം. പ്രീവിയസ് ഇയറിന്റെ മാർക്കാണ് ഇവർ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ സെമസ്റ്റർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 2 സെമസ്റ്ററിന്റെയും കൂടി ആവറേജ് ആണ് നോക്കേണ്ടത്. ഇതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും അച്ചീവ്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അടുത്ത വർഷത്തേക്കും ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ടഡ് ആയി, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ല എങ്കിൽ, നിങ്ങൾ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എമൗണ്ട് ഇവരോട് അഡ്വാൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവർ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫീ അടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കൊഡാക് സുരക്ഷാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ട്. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെല്ലാവരും തന്നെ ഇത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ദയവായത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തതാണ്. അത് നോക്കിയിട്ട് എല്ലാവർക്കും ബഡ്ഡി ഫോർ സ്റ്റഡിയിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye from team Amazing Academics.